ത്രിതല പഞ്ചായത്ത് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പോളിംഗ് ഉയർന്നു. മന്ത്രി വീണ ജോർജ്, അടൂർ പ്രകാശ് MP എന്നിവർ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ 7 ജില്ലകൾക്കൊപ്പം പത്തനംതിട്ടയിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഗ്രാമീണ മേഖല, നഗരസഭ, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ മേഖലകളിലാണ് പത്തനംതിട്ട ജില്ലയിൽ വോട്ടിംഗ് നടക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ പലയിടത്തും രാവിലെ 7 മണിക്ക് ആരംഭിക്കേണ്ട വോട്ടിംഗ് യന്ത്ര തകരാറ് കാരണം പലയിടത്തും അരമണിക്കൂർ വൈകിയാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഇത് പലയിടത്തിനും വാഗ്വാദത്തിനും സംഘർഷത്തിനും ചെറിയ തോതിലുള്ള സംഘർഷത്തിനും കാരണമാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലത്തെത്തി അതിന്റെ യന്ത്രത്തിന്റെ തകരാറ് പരിഹരിച്ചിട്ടാണ് വോട്ടിങ്ങിന്റെ രേഖപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. 2 മണിക്കൂർ പിന്നിടുമ്പോൾ ഗ്രാമീണ മേഖലയിൽ നേരിയ തോതിലുള്ള പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. പത്തനംതിട്ട നഗരസഭയിൽ മിക്കയിടത്തും നല്ല തരത്തിലുള്ള പോളിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. UDFന്റെ സംസ്ഥാന കൺവീനറും ആറ്റിങ്ങൽ MP-യുമായ അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള സ്ഥലത്തുള്ള സ്കൂളിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ 10:30 പത്തനംതിട്ട SDS കോളേജിൽ പത്തനംതിട്ടയുടെ MP ആന്റോ MP വോട്ട് രേഖപ്പെടുത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ കുമ്പഴ എന്നുള്ള സ്ഥലത്ത് MDLP സ്കൂളിലാണ്. ഇവിടെയാണ് മന്ത്രി വീണ ജോർജ് അല്പസമയത്തിനുള്ളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത്. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദൻ J, പത്തനംതിട്ട.